ഹലോ, ഹാപ്പി വിഷു. എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും നല്ലൊരു വിഷുക്കാലം ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി വിഷു. അങ്ങനെ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ദച്ചു തുമ്പി വ്ളോഗ്. തുമ്പീൻ്റെയും ദച്ചൂസിൻ്റെയും ഒരു പ്രീ ഫോട്ടോഷൂട്ട് നടത്തിയായിരുന്നു. അതാണ് ആദ്യം ഞാൻ ഈ ഒരു വിഷു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളതിൻ്റെ പോസ്റ്റ് ചെയ്ത വീഡിയോസും അതിൻ്റെ ഫോട്ടോസും ഒക്കെ ഒന്ന് കണ്ടാലോ. അങ്ങനെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിൽ കുറച്ച് മാത്രമാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. അടുത്തത് ഞാൻ ഈ വ്ളോഗിൽ ആഡ് ചെയ്തത് നമ്മളെ വിഷുക്കണി ഒരുക്കുന്നത്. അത് ഞാൻ തന്നെയാണ് വിഷുക്കണി മൊത്തവും റെഡിയാക്കി ഒരുക്കിയത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ കുട്ടി വ്ളോഗറായ നമ്മുടെ ദച്ചൂസും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വിഷുക്കണി റെഡിയാക്കുന്നതിൻ്റെ ടൈമിൽ അച്ചാച്ചനും മക്കളും അവിടെ വിഷു ആഘോഷങ്ങളൊക്കെ തുടങ്ങി ഗൈസ്. പടക്കമൊക്കെ മേടിച്ച് പൊട്ടിച്ച് അവരുടെ സന്തോഷം കണ്ടില്ലേ, കമ്പിത്തിരി അട്ടയൊക്കെ പൊട്ടുന്ന കണ്ടപ്പോൾ. അങ്ങനെ ഞങ്ങളുടെ വിഷുക്കണിയുടെ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. രാവിലെ അച്ഛൻ ഉറക്കണേറ്റ് വിളക്കൊക്കെ കത്തിച്ചത് ആക്കി ഒരുക്കിയൊക്കെ ഞാൻ ഇന്നലെ ഇതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചു. അച്ഛൻ രാവിലെ എണീറ്റ് വിളക്കൊക്കെ കത്തിച്ചു. അങ്ങനെ അച്ഛനും അമ്മയൊക്കെ കണിയൊക്കെ കണ്ടു. അവർ രണ്ടുപേരും അമ്പലത്തിലൊക്കെ പോയി രാവിലെ. ഞങ്ങളെ തുമ്പിക്കുട്ടിയുടെ ഫസ്റ്റ് വിഷുവും കൂടിയാണ് ഗൈസ് ഇത്. അങ്ങനെ കണ്ണനെ കണി കാണാനായി രാവിലെ തന്നെ അച്ഛൻ ഞങ്ങൾ ഓരോരുത്തരെയും വിളിച്ചുണർത്തി കൊണ്ടുവന്ന് കണി കാണിച്ചു. ആദ്യം കൊച്ചുവിനെ കൊണ്ടുവന്ന്, എൻ്റെ അനിയത്തിയാണ് കേട്ടോ ഇത്, അച്ഛൻ അവളെ കൊണ്ടുവന്ന് കണി കാണിച്ചു. കണിയൊക്കെ കണ്ട് തൊഴുത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടവും കിട്ടി. സന്തോഷത്തോടെ അച്ഛനെ കാലൊക്കെ തൊട്ട് തൊഴുതു. കൈനീട്ടം കിട്ടുക എന്ന് പറയുന്നൊരു സ്പെഷ്യൽ സന്തോഷമല്ലേ, അതിന് വിഷു ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ അച്ഛൻ എന്നെയും കൊണ്ടുവന്ന് കണി കാണിച്ചു. കണി കണ്ട് കണ്ണും നിറഞ്ഞു മനസ്സും നിറഞ്ഞു തൊഴുതു. അങ്ങനെ അച്ഛൻ എനിക്കും തന്ന കൈനീട്ടം അച്ഛൻ്റെ കാലൊക്കെ തൊട്ട് തൊഴുകണോ എന്ന് ചോദിച്ചിട്ടൊക്കെ തൊഴുന്നതിൻ്റെ എക്സ്പ്രഷനാണ് അച്ഛൻ്റെ മുഖത്തത്. പിന്നെ ഞാൻ എണ്ണിക്കാൻ പാടെ കൂടെ എണ്ണിക്കുന്നതാണ് തുമ്പി. അങ്ങനെ തുമ്പീനെ അമ്മാമ്മ കൊണ്ടുവന്ന് തൊഴിപ്പിച്ചു. കണിയൊക്കെ കാണിച്ച് തുമ്പി കത്തിയിരിക്കുന്ന വിളക്ക് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. തീ കത്തുന്നത് നോക്കുക തുമ്പിക്കുട്ടി. അങ്ങനെ തുമ്പിക്കുട്ടിക്ക് അമ്മാമ്മ വിഷുക്കോടി കൊടുത്തിട്ടുണ്ട്. അമ്മാമ്മ കൊച്ചുമക്കൊക്കെ 3 പേർക്ക് ഓരോ വിഷുക്കോടിയൊക്കെ മേടിച്ചു. അങ്ങനെ അതായിരുന്നു അവർക്ക് കൈനീട്ടമായിട്ട് കൊടുത്തത്. അങ്ങനെ കണ്ണപ്പനെ ഉണർന്ന് കണ്ണനെ ഉണ്ണിയും ദച്ചൂസിനെയും കണി കാണിച്ചത് ഞാൻ തന്നെയാണ്. വിഷു കൈനീട്ടമായിട്ട് അമ്മമ്മ മേടിച്ച വിഷുക്കോടി കൊടുത്തത് ഞാൻ തന്നെയാണ്. അങ്ങനെ അവർക്കും 2 പേർക്കും സന്തോഷമായി, കൊച്ചുങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളുടെ നല്ലൊരു 2026 തുമ്പിക്കുട്ടിയും വന്നതിന് ശേഷമുള്ള ഫസ്റ്റ് വിഷു. പിന്നെ ഞാനും കൊച്ചുമൊക്കെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡിയായി ഇറങ്ങി. കൊച്ചു അമ്മയ്ക്ക് എനിക്കും ചേട്ടായിക്കും അച്ഛനും ഒക്കെ കൈനീട്ടമൊക്കെ തന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ വിഷുവായിട്ടൊരു ചെറിയൊരു വിഷു സദ്യയൊക്കെ ഒരുക്കി പായസമൊക്കെ വെച്ചു. എല്ലാവരും കഴിച്ചു. തുമ്പിക്കും ആദ്യമായിട്ട് ഇലയിൽ ആഹാരം കൊടുത്തു. തുമ്പി അതൊന്നും കഴിച്ചില്ല. അങ്ങനെ ഇന്നത്തെ വിഷു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വിശേഷങ്ങളുമായി വീണ്ടും കാണാം വേറൊരു വീഡിയോയിലൂടെ. അതുവരെ ബൈ.